10ാം ക്ലാസ് വരെ മലയാളത്തിൽ മാത്രം പഠിച്ച് 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് A+ എന്താണ്, എന്നിട്ട് എനിക്ക് വീണ്ടും +1 എത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ബി, നോ B+. അതായത് 65 മാർക്കാണ് എനിക്ക് ഇംഗ്ലീഷിന് കിട്ടിയത്. എന്റെ മകളെ, എനിക്ക് അത്രയും ഇംഗ്ലീഷിൽ പ്രശ്നം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇംപ്രൂവ്മെന്റ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അല്ലെ, ഇംപ്രൂവ്മെന്റ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇംപ്രൂവ് ചെയ്തു. അപ്പൊ നിങ്ങൾ പറ, എത്ര മാർക്കായിട്ടുണ്ടാവും? സാറേ, ഞാനൊരു +2 വിദ്യാർത്ഥിയാണ്, എനിക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യണമെന്നുണ്ട്, ചെയ്യണ്ടെന്നുണ്ട്. ഇനി ചെയ്യണമെങ്കിൽ തന്നെ ഏതൊക്കെ സബ്ജക്റ്റാ ചെയ്യണ്ടേന്ന് അറിയില്ല, ഒരു എത്തും പിടിയും ഇല്ല. സാറൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുന്നവരോട് ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഇപ്പൊ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ തീരുമാനിച്ചവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചവർ മാത്രം. ഇനി ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നവർ ഇവിടെ ശ്രദ്ധിക്കും. ചെയ്യണ്ടെന്നല്ല, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഏതൊക്കെ സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യണം, അങ്ങനെ ഡൗട്ട് ഉള്ളവരൊക്കെ ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ +1 ഞാൻ 10ലൊക്കെ ഫുൾ A+ ഉണ്ടായിരുന്നെങ്കിലും +2 എത്തുമ്പോൾ എന്താക്കി, നമ്മുടെ പഴയ ആ ഒരു സ്വഭാവം അല്ലെ, ഓരോഴപ്പിലേക്ക് നിങ്ങളും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. 10 വരെ ഏകദേശം അച്ഛനും അമ്മേന്റെ ഒക്കെ കുറച്ചൊരു സപ്പോർട്ടും ഗൈഡൻസും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും +1 +2 എത്തുമ്പോൾ നമ്മൾ എന്തോ വലിയ ആളായി നമുക്ക് തോന്നൽ വരും. ആ തോന്നൽ വേണ്ടട്ടാ, അത് അസ്ഥാനത്തെ തോന്നലാ. ഓക്കെ, അപ്പൊ ആ തോന്നൽ കൊണ്ട് എന്ത് ചെയ്തു, +1 +2 കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഉഴപ്പാൻ തുടങ്ങും. ഓക്കെ, അത് ഭയങ്കര അപകടമായി മാറും. അങ്ങനെ +1 ഈ തെറ്റ് നമ്മൾ ചെയ്തു തുടങ്ങും. പക്ഷെ ഈ തെറ്റ് തിരുത്താനൊരു അവസരമുണ്ടെങ്കിൽ അത് +2 നിങ്ങൾക്ക് കിട്ടുന്ന +1 ഇംപ്രൂവ്മെന്റ് ആണ്. ആ തെറ്റ് തിരുത്താനൊരു അവസരം, അതായത് നിങ്ങൾക്ക് തെറ്റ് പറ്റി പോയി, ഓക്കെ, ഏകദേശം ഒരു 3 സബ്ജക്ട് അല്ലെ, 3 സബ്ജക്റ്റോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ തെറ്റ് തിരുത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പം ആ അവസരം ഉപയോഗിക്കണോ വേണ്ടിയോ? എടാ, എന്റെ അഭിപ്രായം, എന്റെ അനുഭവം പറയാം. അതായത് എനിക്ക് +1 റിസൾട്ട് വന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് 5 A+ ആയിരുന്നു. അപ്പൊ സാർ, മറ്റേ വിഷയം, അതായത് ആദ്യം ഇംപ്രൂവ്മെന്റിന് മുമ്പാണ്, മറ്റേ വിഷയമായത് ഇംഗ്ലീഷാണ്. 10ാം ക്ലാസ് വരെ മലയാളത്തിൽ മാത്രം പഠിച്ച് 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് A+ എന്താണ്, എന്നിട്ട് എനിക്ക് വീണ്ടും +1 എത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ബി, നോ B+. അതായത് 65 മാർക്കാണ് എനിക്ക് ഇംഗ്ലീഷിന് കിട്ടിയത്. എന്റെ മകളെ, എനിക്ക് അത്രയും ഇംഗ്ലീഷിൽ പ്രശ്നം. അപ്പം എനിക്ക് ആകെ ഒരു ഡൗട്ടായി, പഠിച്ചവനെ, ഈ 65 മാർക്ക് ഞാൻ എന്ത് ചെയ്യും, അല്ലെ? ഇതും കൊണ്ട് എന്ത് ചെയ്താ, +2 പോയാൽ എനിക്ക് A+ ആക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം +2 +1 +2 കൂടി കൂട്ടി 180 മാർക്ക് മേടിച്ചാലേ A+ ആവുള്ളൂ. അപ്പൊ 65 കൊണ്ട് +2 പോയി കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് 165 മേടിക്കാൻ പറ്റുള്ളൂ. കാരണം 100 +2 പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇംപ്രൂവ്മെന്റ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അല്ലെ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇംപ്രൂവ് ചെയ്തു. അപ്പൊ നിങ്ങൾ പറ, എത്ര മാർക്കായിട്ടുണ്ടാവും? വലിയ എമൗണ്ട് ഒന്നും പറയല്ലേ. 65 എന്ന് പറയുന്ന മാർക്ക് നേരെ 91 പോയി. എങ്ങനെ 65 എത്രയായി? 91 അതോടെ എനിക്ക് +1 തന്നെ എന്തായി, 6 A+ ആയി മാറി. അപ്പൊ എനിക്ക് +2 ടെൻഷൻ ഇല്ലാതെ പോയി എക്സാം എഴുതാം, അല്ലെ? വെറുതെ പോയിട്ട് എഴുതി കഴിഞ്ഞാലും നമുക്ക് എന്ത് സംഭവിക്കും, +1 A+ ഇത്രേ ഉള്ളതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. എങ്ങനെ, ഈ പ്രാവശ്യവും A+ മേടിച്ചാൽ എന്ത് ചെയ്യാം, രണ്ടും കൂടി കൂട്ടിയിട്ട് ഫുൾ A+ ആയിക്കോളും. അങ്ങനെ തന്നെയായി. +2 ഫുൾ A+ ആയി, SSLC ഫുൾ A+ ആയി, എല്ലാം ഫുൾ A+ ആയി. പക്ഷെ എന്തുകൊണ്ട്? തെറ്റ് പറ്റാത്തതുകൊണ്ടാണോ? +1 മാർക്ക് ഭയങ്കരമായിട്ട് ആദ്യം തന്നെ ഉള്ളതുകൊണ്ടാണോ? അല്ല, തെറ്റ് തിരുത്താൻ ഒരു അവസരം ഉപയോഗിച്ചത് കൊണ്ട്. തെറ്റ് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ ഒരവസരം കിട്ടും. അതെന്ത് ചെയ്യണം, നമ്മൾ ഫലപ്രദമായിട്ട്, വെറുതെ ഉപയോഗിച്ചാൽ പോരാ, ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം, ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കണം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും +1 തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഉഴപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ +1 ഉഴപ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ, എല്ലാവരും മനസ്സിലാലോചിക്കുക, തെറ്റ് തിരുത്താൻ ഒറ്റ അവസരമേ കിട്ടുള്ളൂ. അതിൽ തിരുത്തിക്കോണം. അതിന്റെ അപ്പുറത്തേക്ക് നോക്കരുത്. നിങ്ങൾക്ക് സ്വയം മനസ്സിലായിട്ടുണ്ടാവും ആർക്കൊക്കെയാണ് തെറ്റ് പറ്റിയത്, എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയത്, ഏതൊക്കെ സബ്ജക്റ്റിലാണ് തെറ്റ് പറ്റുന്നത്, എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. എല്ലാം മനസ്സിലാക്കിയിട്ടും വീണ്ടും തെറ്റാവർത്തിക്കാനാണ് പ്ലാനെങ്കിൽ മക്കളെ, നിങ്ങൾ 8 നിലയിലല്ല, 16 നിലയിലല്ല, 20 നിലയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താതായി പോകും. അതുകൊണ്ട് മടി എന്ന് പറയുന്ന സാധനം ലൈഫിൽ എടുത്തു കളയണം. ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യണം. അത് ഈ +1 +2 കാലഘട്ടത്തിലെ പിള്ളേരോട് ഇത്രയും ഞാൻ പറയാൻ കാരണം, എനിക്കറിയാം ഈ സമയത്തുണ്ടാവും നിങ്ങളുടെ എന്താ പറയാ, അത്രത്തോളം ഫോക്കസ് അല്ലാതെ, അത്രത്തോളം ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ലൈഫ് ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ നിന്നും ആ ഡിസ്ട്രാക്റ്റഡ് ലൈഫിൽ നിന്നും, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് പ്രഷറിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകുന്നവരെ അതിനൊക്കെ വിടിപ്പിച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നവരെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഭാവിയിൽ നിങ്ങളെ ഏത് രൂപത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഏത് രൂപത്തിലാണ്? നിങ്ങൾ എല്ലാവരും ഒരു ഭയങ്കര ഒരു വെൽ സെറ്റിൽഡ് ലൈഫിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, എല്ലാവരും നിങ്ങളെ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ആ ഒരു വേഷത്തിലാണോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്? അതോ എല്ലാവരും എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരും ആട്ടി ഓടിക്കുന്ന ഒരു രൂപത്തിലാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുക, കണ്ണടച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക, എന്താണ് എന്റെ ഭാവി. അത് ഞാൻ പറഞ്ഞ ആദ്യത്തെ കേസാണെങ്കിൽ ഇപ്പൊ തന്നെ
വർക്ക് ചെയ്യാൻ ഒരുങ്ങിക്കോളൂ. ഇംപ്രൂവ്മെന്റ് അല്ല, ഏത് എക്സാമും ഞാൻ എഴുതിയിരിക്കും. എനിക്ക് തെറ്റുതിരുത്താൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ട് പോയിക്കോളൂ. ഓക്കെ, ഇനി ഇംപ്രൂവ് ചെയ്യുന്ന ഉറപ്പുള്ളവര് ഏതൊക്കെ സബ്ജക്ട് എപ്പോ എന്നുള്ളത് കൃത്യമായി കമന്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യും എന്നുള്ള ഒരു രീതിയിലെങ്കിലും കമന്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങൾക്കൊക്കെ എഡ്യൂപോർട്ടും അതുപോലെ നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയാൽ മാത്രം മതി. ബൈ.